hi all, welcome to once. So welcome to KTU question paper solution program. So today I am going to discuss EET 204 electromagnetic theory. So in here discuss ചെയ്യാൻ പോകുന്നത് BTech degree S4 ചോദിച്ചിട്ടുള്ള ജൂൺ 2023 EET 204 electromagnetic theory. So ഇലക്ട്രിക്കലിന്റെ 2019 സ്കീമിലെ ഇലക്ട്രോമാഗ്നറ്റിക് തിയറിയാണ് ഡിസ്കസ് ചെയ്യുന്നത്. സോ ഇനി നമ്മളോട് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് മൊഡ്യൂൾ 2 ആണ്. സോ ഈ പാറ്റേൺ ഒക്കെ സെയിം തന്നെയാണ്. പാർട്ട് എയിൽ 3 മാർക്സിന്റെ 2 ക്വസ്റ്റ്യൻ, പാർട്ട് ബിയിൽ 14 മാർക്സിന്റെ 2 ക്വസ്റ്റ്യൻ, അത് സബ് ക്വസ്റ്റ്യൻസ് ഉണ്ടാവാം. സോ ഇതിന്റെ സിലബസ് എന്ന് പറഞ്ഞാൽ Coulomb's law, then electric field intensity, then field due to line charge, surface charge and volume charge distribution, then flux and flux density, Gauss law and applications to determine the Gauss law. Then the next one is potential gradient, then electric dipole, capacitance. ഇത്രയാണ് ഈ മൊഡ്യൂളിലെ മെയിൻ ടോപ്പിക്കുകൾ എന്ന് പറഞ്ഞാൽ ഫസ്റ്റ് ഇലക്ട്രിക് ഫീൽഡ്, ഇലക്ട്രിക് ഫ്ലക്സ്, ഗോസ് ലോ, ഇലക്ട്രിക് പൊട്ടൻഷ്യൽ, ഡൈപോള്, കപ്പാസിറ്റൻസ്, ദെൻ പോയിസണിക്കേഷൻ, ലാപ്ലേസ് ഇക്വേഷൻ. ഇതെല്ലാം ഇമ്പോർട്ടൻറ്റ് ടോപ്പിക്കുകളാണ്. സോ ഇത് എല്ലാത്തിൽ നിന്നും ക്വസ്റ്റ്യൻസ് വന്നിട്ടുണ്ട് ഈ ക്വസ്റ്റ്യൻ പേപ്പറിനകത്ത്. സോ നമ്മുടെ ജൂൺ 2023 ചോദിച്ച മൊഡ്യൂൾ 2 പാർട്ട് എയിലെ ക്വസ്റ്റ്യൻ ആണ്. യൂസിങ് ഗോസ് ലോ ഡിറൈവ് ദ എക്സ്പ്രഷൻ ഫോർ ഇലക്ട്രിക് ഫീൽഡ് ഇന്റൻസിറ്റി ഡ്യൂ ടു എ പോയിന്റ് ചാർജ്. ഫസ്റ്റ് വണ് ഗോസ് ലോ അനുസരിച്ച് നമുക്ക് എന്താണ് ഗോസ് ലോയുടെ ആപ്ലിക്കേഷൻ വന്ന ക്വസ്റ്റ്യൻ ആണ്. ഡിറൈവ് ദ എക്സ്പ്രഷൻ ഫോർ ഇലക്ട്രിക് ഫീൽഡ് ഇന്റൻസിറ്റി ഡ്യൂ ടു എ പോയിന്റ് ചാർജ്. സെക്കൻഡ് വൺ വാട്ട് ഇസ് ഇലക്ട്രിക് ഡൈപോൾ ആൻഡ് ഡിഫൈൻ ഡൈപോൾ മൊമെന്റ്. സോ ഇത് രണ്ടും 3 മാർക്സ് ക്വസ്റ്റ്യൻ ആണ്. Then part B point charge of 50 pi coulomb is located at 2 and 3 while the x-axis carries the charge of 2 nanocoulomb per meter and the plane Z is equal to 3 carries 10 nanocoulomb per meter square. So calculate the electric field intensity at point 222. Then derive the expression for capacitance and the B part ചോദിച്ച ക്വസ്റ്റ്യൻ. നമ്മുടെ സിലബസ് അനുസരിച്ച് ഗോസ് ലോയുടെ ആപ്ലിക്കേഷൻ വന്നു, ഡൈപോൾ മൊമെന്റ് വന്നു, then ഇലക്ട്രിക് ഫീൽഡ് ഇന്റൻസിറ്റി വന്നു, ഇലക്ട്രിക് ഫീൽഡ് ഇന്റൻസിറ്റി ലൈൻ ചാർജ് വന്നു, സർഫസ് ചാർജ് വന്നു. then derive the expression for capacitance. നമ്മുടെ സിലബസിലെ അടുത്ത ക്വസ്റ്റ്യൻ ആണ് ടോപ്പിക്കാണ് കപ്പാസിറ്റൻസ്. then പൊട്ടൻഷ്യൽ അത് ഫൈൻഡ് ദ പൊട്ടൻഷ്യൽ അറ്റ് ദ പോയിന്റ് 321. സോ ഇലക്ട്രിക്കൽ പൊട്ടൻഷ്യൽ എന്നൊരു ക്വസ്റ്റ്യൻ വന്നു. A point charge located at 450, line x is equal to 1 and z is equal to 1 carries a uniform charge. If v is equal to 0 at the origin, find v at the point 321. The last one is using Gauss law, derive the expression for electric flux density due to uniformly charged sphere. So ഇതെല്ലാം ലെങ്തി ഇച്ചിരി ടഫ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് ആണ്. സോൾവ് ചെയ്ത് നന്നായി പഠിച്ചാലേ ഇത് എക്സാം അറ്റൻഡ് ചെയ്യാൻ പറ്റുള്ളൂ. സോ ഇതിനകത്ത് നമുക്ക് പാർട്ട് എയിലെ തേർഡ് ക്വസ്റ്റ്യൻ ഈസ് യൂസിങ് ഗോസ് ലോ ഡിറൈവ് ദ എക്സ്പ്രഷൻ ഫോർ ഇലക്ട്രിക് ഫീൽഡ് ഇന്റൻസിറ്റി ഡ്യൂ ടു എ പോയിന്റ് ചാർജ്. സോ എക്സ്പ്രഷൻ ഫോർ ദ ഇലക്ട്രിക് ഫീൽഡ് ഇന്റൻസിറ്റി ആണ് നമുക്ക് കാൽക്കുലേറ്റ് ചെയ്യേണ്ടത് ടു എ പോയിന്റ് ചാർജ് യൂസിങ് ഗോസ് ലോ. സോ യൂസിങ് ഗോസ് ലോ, വാട്ട് ഇസ് എ ഗോസ് ലോ? ദ ഗോസ് ലോ സ്റ്റേറ്റ്സ് ദാറ്റ് എന്താണ് ടോട്ടൽ ഫ്ലക്സ് ഈസ് ഈക്വൽ ടു ടോട്ടൽ ചാർജ്. ടോട്ടൽ ഫ്ലക്സ് ഈസ് പ്രപ്പോർഷണൽ ടു ടോട്ടൽ ചാർജ് ആണെങ്കിൽ എന്താണത്? ഗോസ് ലോ ആണ്. ടോട്ടൽ ഫ്ലക്സ് ഈസ് ഈക്വൽ ടു ടോട്ടൽ ചാർജ് ആണെങ്കിൽ അത് ഗോസ് ലോ ആണ്. സോ ഇവിടെ നമുക്ക് ചോദിച്ചേക്കുന്ന ഗോസ് ലോ ഇലക്ട്രിക് ഫീൽഡ് ഡ്യൂ ടു എ പോയിന്റ് ചാർജ്. സോ അസ്യൂം ഹിയർ എ പോയിന്റ് ചാർജ് അസ്യൂം ചെയ്യുന്നു, ഇവിടെ ഒരു പോയിന്റ് ചാർജ് അസ്യൂം ചെയ്യുന്നു. സോ ദിസ് ഇസ് കൺസിഡർ ആസ് എ ഗോസിയൻ സർഫസ്. ഓക്കെ, then distance between this is then r is a Gaussian distance from that point. So the electric field intensity at the point P, electric field intensity at the point P is E. Okay, see here. So now consider the Gaussian surface of radius r. Then the flux passing through the area element is given by total flux. Total flux is equal to എന്താണ്? d phi is equal to E dot ds. d phi is equal to E dot ds, E ds cos theta. So E ds cos theta എന്ന് പറഞ്ഞാൽ angle between these two 0 and flux is equal to E dot ds ആണ്. Flux is equal to E dot ds. The total flux is equal to എന്താണ്? Then flux is equal d phi is equal to E dot ds ആണെങ്കിൽ what is the flux phi is equal to integral E dot ds. So that is equal to E into integral ds. So integral ds is ഇതിന്റെ ഈ ഒരു സർഫസ്, ഈ സർക്കിളിന്റെ ds. What is the area of the ds? That ds is 4 pi r square. So integral ds is equal to 4 pi r square. So flux phi is equal to E into ds എന്താണ്? ds is 4 pi r square. So substitute ചെയ്ത് കൊടുക്കുക. Phi is equal to E into 4 pi r square. Phi is equal to E into 4 pi r square. So from the Gauss law നമുക്കറിയാം total flux is proportional to total charge ആണ്. The proportionality constant phi is equal to
ഏതാണ് 1/ε0 epsilon r into q. That is flux is equal to 1/ε0 epsilon r into q or q by epsilon. So നമ്മൾ assume ചെയ്യുന്നത് q by epsilon ആണ്. So epsilon is equal to epsilon0 into epsilon r. So on left hand side നമ്മുടെ flux is equal to E into 4πr square എന്ന് കിട്ടി. Total flux is equal to total charge വെച്ച് q by epsilon0 epsilon r കിട്ടി. So equating these two, E into 4πr square is equal to q by epsilon0 into epsilon r. So from this electric field intensity E is equal to 1/4πε0 epsilon r into q by r square. So electric field expression എങ്ങനെ കിട്ടി? E is equal to 1/4πε0 epsilon r into q divided by r square. This is the expression for the electric field intensity of a point charge. Okay. Then, so നമുക്ക് എന്ത് കിട്ടി? ഇലക്ട്രിക് ഫീൽഡ് 1/epsilon0 epsilon r into q by r. സോ നമുക്കാണെങ്കിൽ ഇത് ഈ വെക്ടർ ഇസ് യൂണിറ്റ് വെക്ടർ ആണെങ്കിൽ, വെക്ടർ ഇസ് ഈക്വൽ ടു യൂണിറ്റ് വെക്ടർ ആണെങ്കിൽ നമുക്ക് എങ്ങനെ റെപ്രസെന്റ് ചെയ്യാം? AR is equal to vector r divided by modulus of a vector. Okay, vector r by modulus of a vector. So the electric field intensity is equal to 1/epsilon0 epsilon r into q by r into vector r by r. That is equal to 1/4πε0 epsilon r into q by r square എന്ന് ഇടുന്നു. ഓക്കെ, സോ നെക്സ്റ്റ് വേണ്ടി നമുക്കെന്ന് പറയുന്നത് എന്താണ്? നമുക്ക് ഇലക്ട്രിക് ഫീൽഡ് ഇന്റൻസിറ്റി കിട്ടി. ദെൻ ഫോഴ്സ് ആക്ടിങ് ഓൺ ദ ചാർജ്. ദ ഫോഴ്സ് ആക്ടിങ് ഓൺ ദ ചാർജ് F is equal to എന്താണ്? One of the charge into electric field, that is force. F is equal to q into E. Okay, we know the expression for F is equal to q into E. So q into E, q into here q0, here assume the charge as q0 into E is 1/4πε0 epsilon r into q by r square. That is 1/4πε0 epsilon r into, so q0 into q divided by r square. This is the force acting on the charge. Force acting on the charge is 1/4πε0 epsilon r into q0 into q divided by r square. The electric field intensity is 1/4πε0 epsilon r into q divided by r square. So ഇതാണ് നമ്മുടെ ഫസ്റ്റ് ക്വസ്റ്റിന്റെ ആൻസർ. 3 മാർക്ക് ക്വസ്റ്റ്യൻ ആണ്. the expression for electric field due to point charge. So 3 മാർക്ക് ക്വസ്റ്റ്യൻ ആണ്. ഇത്ര ഇലാബറേറ്റ് ആയിട്ട് എഴുതേണ്ട കാര്യമില്ല, ഏകദേശം വേണ്ട എല്ലാം എഴുതണം. So electric dipole, what is electric dipole and dipole moment? So electric dipole നമുക്ക് 1.5 മാർക്ക് ആയിരിക്കും and dipole moment 1.5 മാർക്ക് ആയിരിക്കും. So what is electric dipole? Electric dipole is two equal and opposite charge, separated by a small distance is known as electric dipole. Okay, so electric dipole is consist of two pair of equal and opposite charge, that is plus q and minus q, separated by distance is 2a. Okay, the dipole moment, that point is p. Okay, so then equal and opposite charge plus q and minus q separated by a distance 2a. So minus q plus q and the distance is 2a. The dipole moment, what is dipole moment? So dipole moment is the one of the charge into the distance, one of the charge into distance between the charge and the dipole moment. That is 1 q into 2a അല്ലെങ്കിൽ minus q into 2a. So dipole moment is a measure of strength of dipole. It's a vector quantity ആണ്. So magnitude is the product of magnitude of either of the charge into the distance between them. That is P is equal to Q into 2A or 2A into Q. So direction of dipole moment is from negative to positive ആണെങ്കിൽ dipole moment P is equal to 2A into Q ആയിരിക്കും. Okay, so then dipole and dipole moments. So the part B le first question 13A question. So 9 mark ആണ്. A point charge of 50 pi coulomb is located at 213 while the x-axis carries a charge of 2 nanocoulomb per meter. So the x-axis carries the charge of coulomb per meter. Coulomb per meter means ഇവിടെ എന്താണ്? Line charge, Royal in coulomb per meter. So ഇവിടെ നമ്മൾ calculate electric field intensity due to line charge. Okay, electric field intensity due to line charge. That is Royal is 2 nanocoulomb per meter and the plane Z is equal to 3. Next one, the plane ആണ് പറഞ്ഞേക്കുന്നത്. Z is equal to 3 carries എന്താണ്? 10 nanocoulomb per meter square. അപ്പോൾ എന്താണ്? Surface charge യൂണിറ്റ് എന്തായിരിക്കും? Coulomb per meter square. Surface charge 10 nanocoulomb per meter square. Calculate the electric field intensity at, so charge density is 10 nanocoulomb per meter square and electric field intensity at the point 222. So നമുക്ക് calculate ചെയ്യേണ്ട electric field intensity at the point 222 ആണ് നമുക്ക് calculate ചെയ്യേണ്ടത്. So question clear ആണെന്ന് വിചാരിക്കുന്നു. So point charge 50 pi coulomb is located at 213.
Okay, so x-axis carries a charge of 2 nanocoulomb per meter. So x-axis point line charge density in, and the plane z is equal to 3 carries 10 nanocoulomb per meter square. That is surface charge, and calculate the electric field intensity at the point 222 and calculated due to line and surface charge. Okay. So electric field intensity at 222 due to the first one 50 pi coulomb charge at 213. Okay. So electric field intensity at the point 222 due to 50 pi coulomb charge at 213. Okay. So നമുക്ക് electric field intensity expression, what is the expression for electric field intensity? E is equal to 1 divided by 4 pi epsilon 0 into Q by R into vector AR. ഇതാണ് നമ്മുടെ ഏത് ഇലക്ട്രിക് ഫീൽഡ് ഇനർജിയുടെ എക്സ്പ്രഷൻ 1/4 pi epsilon 0 into Q by R into vector AR. Okay. Then vector A, ഇതിനകത്ത് നമ്മൾ എന്ത് കാൽക്കുലേറ്റ് ചെയ്യണം? AR എന്നുള്ള വെക്ടർ കാൽക്കുലേറ്റ് ചെയ്യണം, R കാൽക്കുലേറ്റ് ചെയ്യണം. സോ AR എന്ന് പറഞ്ഞാൽ എന്താണ്? യൂണിറ്റ് വെക്ടർ അലോങ് ദിസ് ഡയറക്ഷൻ ആണ് AR. സോ AR അറ്റ് ദ പോയിന്റ് ഏതൊക്കെയാണ്? 222. The electric field intensity at the point 222. First 50 pi coulomb charge at 213. So AR is equal to x2 minus x1 into AX plus y2 minus y1 into AY plus z2 minus z1 into AZ. That is 2 minus 2 into AX plus 2 minus 1 into AY plus 2 minus 3 into AZ. So from this നമുക്ക് എന്ത് കിട്ടും? 0AX plus AY minus AZ. So നമുക്ക് എന്ത് കിട്ടും? യൂണിറ്റ് വെക്ടർ AY minus 1 into AY minus 1 into AZ എന്ന് കിട്ടി. Then vector R is equal to vector R എന്ന് പറഞ്ഞാൽ from the x-axis point is 200. Okay, x-axis. Okay, x-axis carries a charge of 2 nanocoulomb per meter. So x-axis, that is vector R is equal to 2 minus 2 the whole square plus 2 minus 0 the whole square plus 2 minus 0 the whole square. That is equal to root of 4 plus 4 is equal to root 8. That is equal to 2 root 2. So vector R is equal to നമുക്ക് എന്ത് കിട്ടി? root 8 കിട്ടി. Then substitute ഇതെല്ലാം കൂടി AR എന്ത് ചെയ്യണം? ഈ ഇലക്ട്രിക് ഫീൽഡ് എക്സ്പ്രഷൻ സബ്സ്റ്റിറ്റ്യൂട്ട് കൊടുക്കണം. സോ ഇലക്ട്രിക് ഫീൽഡ് എക്സ്പ്രഷൻ എന്ന് പറഞ്ഞാൽ 1/4 pi epsilon 0 into Q by R into vector AR ആണ്. That is 1/4 pi epsilon 0 ന്റെ വാല്യൂ ആണ് ഏത്? 9 into 1/4 pi epsilon 0 is equal to 9 into 10 raised to 9. That is 9 into 10 raised to 9 into then charge Q is 50 pi coulomb. That is 50 picocoulomb. Pico means 10 raised to minus 12 divided by R. R is equal to 2 root 2. Root 8 is 2 root 2 into AR എന്ന് കിട്ടിയാൽ നമുക്ക് 1 into AY minus AZ volt per meter. So ഇതാണ് നമ്മുടെ ഇലക്ട്രിക് ഫീൽഡ് ഇന്റൻസിറ്റിയുടെ എക്സ്പ്രഷൻ. സോ നമുക്ക് എന്ത് കിട്ടി? E1 is equal to അത് ഫസ്റ്റ് വൺ കിട്ടി 222 at the point pi coulomb charge at 213 and at the 9 into 10 raised to 9 into 50 into 10 raised to minus 12 divided by 2 root 2 into AY minus AZ. So ഇതിനെ സിംപ്ലിഫൈ ചെയ്യുക. Okay, so second one is electric field intensity at point 222 due to ഏതാണ്? 2 nanocoulomb per meter due to line charge. Okay, so line charge ഇലക്ട്രിക് ഫീൽഡ് എക്സ്പ്രഷൻ നോക്കണം. സോ ലൈൻ ചാർജിന്റെ ഇലക്ട്രിക് ഫീൽഡ് എക്സ്പ്രഷൻ നമ്മൾ E2 എടുക്കുന്നു. സോ E2 is equal to എന്ത് കിട്ടി എനിക്ക്? rho L divided by 2 pi epsilon 0 rho into A rho. ഇതാണ് നമ്മുടെ ഏത്? ഇലക്ട്രിക് ഫീൽഡ് ഇന്റൻസിറ്റി ഡ്യൂ ടു ലൈൻ ചാർജിന്റെ എക്സ്പ്രഷൻ. സോ ഇലക്ട്രിക് ഫീൽഡ് ഇന്റൻസിറ്റി ഡ്യൂ ടു ലൈൻ ചാർജ് ഈസ് E2 is equal to rho L by 2 pi epsilon 0 rho into A rho. So E2 is equal to rho L by 2 pi epsilon 0 rho into A rho. So ഇവിടെ എന്തൊക്കെ നമുക്ക് കാൽക്കുലേറ്റ് ചെയ്യണം? സോ ലൈൻ ചാർജ് ഡെൻസിറ്റി തന്നിട്ടുണ്ട്. റോയൽ ഈസ് ഈക്വൽ ടു എത്രയാണ്? റോയൽ ഈസ് ഈക്വൽ ടു തന്നിട്ടുണ്ട്. ദെൻ റോ നമുക്ക് കാൽക്കുലേറ്റ്. വാട്ട് ഇസ് ദ വാല്യൂ ഓഫ് റോ? റോ ഈസ് ദ പെർപെൻഡിക്കുലർ ഡിസ്റ്റൻസ് ഫ്രം ദ എക്സ് ആക്സിസ്. റോ എന്ന് പറഞ്ഞാൽ എന്താണ്? എക്സ് ആക്സിസ് എന്നുള്ള പെർപെൻഡിക്കുലർ ഡിസ്റ്റൻസ് ആണ്. എക്സ് ആക്സിസ് എന്നുള്ള ഡിസ്റ്റൻസ് 2 ആണ്. സോ റോ ഈസ് ഈക്വൽ ടു റൂട്ട് ഓഫ് 2 minus 2 the whole square plus 2 minus 0 the whole square plus x2 minus x1 plus y2 minus y1 plus z2 minus x2 minus x1 the whole square plus y2 minus y1 the whole square plus z2 minus z1 the whole square. That is equal to 0 plus 4 plus 4. That is equal to root 8. Root 8 is equal to 2 root 2. അതായത് ഇലക്ട്രിക് ഫീൽഡ് ഡെൻസിറ്റിയുടെ റോ കിട്ടി. ദെൻ റോയിൽ നമുക്ക് തന്നിട്ടുണ്ട്, സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കൊടുക്കുക. സോ E2 is equal to Royal by 2 pi epsilon 0 rho into A rho. So Royal is given. Royal is equal to എത്രയാണ്? 2 nanocoulomb per meter ആണ്. അതായത് 2 into 10 raised to minus 9 ആണ് നാനോകൂളം എന്ന് പറഞ്ഞാൽ. സോ 1 by 2 pi epsilon 0.
സോ നമുക്കറിയാം 1/4 epsilon 0 എന്ന് 9 into 10 raised to 9 ആണ്. സോ 1/2 epsilon 0 ഞാൻ 18 into 10 raised to 9 കൊടുത്തു. So rho L is given 2 nanocoulomb per meter, that is 2 into 10 raised to minus 9 divided by rho is equal to √8 into a rho എന്താണ് 2ay plus 2az divided by √8. So നമ്മൾ a rho calculate ചെയ്യുക. What's a rho? A rho is equal to vector r by modulus of r. Vector r divided by modulus of r. So vector r എന്ത് കിട്ടി നമുക്ക് 2ay plus 2az. Vector r is equal to 2ay plus 2az. 2ay plus 2az divided by root of 2 plus 2. Root of 4 plus 4 √8 is equal to 2√2. So നമുക്ക് 36/8 into 2ay plus az. ഇതിനെ സിംപ്ലിഫൈ ചെയ്താണ് 9ay plus 9az എന്ന് എഴുതി. സോ ഇതാണ് നമ്മുടെ സെക്കൻഡ് കേസിൽ ഇലക്ട്രിക് ഫീൽഡ് ഇന്റൻസിറ്റി ഡ്യൂ ടു ലൈൻ ചാർജ്. ഓക്കെ, സോ നെക്സ്റ്റ് വൺ പറഞ്ഞ ഇലക്ട്രിക് ഫീൽഡ് ഇന്റൻസിറ്റി ഡ്യൂ ടു സർഫസ് ചാർജ് ആണ്. അതായത് ഫൈൻഡ് ഇലക്ട്രിക് ഫീൽഡ് ഇന്റൻസിറ്റി അറ്റ് ദ പോയിന്റ് 222 ഡ്യൂ ടു 10 nanocoulomb per meter square. So 10 nanocoulomb per meter square, that is electric field intensity due to the surface charge. Surface charge is 10 nanocoulomb per meter square, that is rho s is given. Rho s is equal to 10 nanocoulomb per meter square. So E3 expression, so electric field intensity due to surface charge ന്റെ expression എന്ന് പറഞ്ഞാൽ ഞാൻ E3 എടുത്തു. E3 is equal to rho s by 2 epsilon 0 into unit vector. 2 epsilon 0 into unit vector. ഇതാണ് ഇലക്ട്രിക് ഫീൽഡ് ഇന്റൻസിറ്റി ഡ്യൂ ടു സർഫസ് ചാർജ്. സോ റോ എസ് ബൈ 2 epsilon 0 into n. സോ ഇതിൻ്റെയൊക്കെ എക്സ്പ്രഷൻ ഓരോന്നിൻ്റെ അറിഞ്ഞിരിക്കണം. ലൈൻ ചാർജ്, സർഫസ് ചാർജ്, വോളിയം ചാർജ്, മൂന്നെണ്ണത്തിൻ്റെ. ഇവിടെ നമുക്ക് ലൈൻ ചാർജ് ആൻഡ് സർഫസ് ചാർജ് മാത്രം മതി. സോ സർഫസ് ചാർജ് റോ എസ് ബൈ 2 epsilon 0 into n. So rho s is given to 10 nanocoulomb per meter square, that is equal to 10 into 10 raised to minus 9. So question തന്നിട്ടുണ്ട് സർഫസ് ചാർജ് at z axis. സോ എന്താണ് z axis എന്ന് പറയുമ്പോൾ അതെന്ന് പറഞ്ഞാൽ -az ആണ്, -az ഡയറക്ഷനിലാണ്. സോ റോ എസ് ബൈ 2 epsilon 0 into an. സോ റോ എസ് എത്രയാണ് 10 into 10 nanocoulomb, that is 10 into 10 raised to minus 9 divided by 2 into epsilon 0 is 8.85 into 10 raised to minus 12. Okay, 10 raised to minus 12 into minus az ആണ്. That is 10 into 10 raised to 3 divided by 10 raised to minus 9 12 ഇതാക്കി 10 into 10 raised to 3 divided by 2 into 8.85 into minus az volt per meter. So ഇതൊന്ന് സിംപ്ലിഫൈ ചെയ്യുമ്പോൾ az ടൈമിൽ ഒരു ടൈം കിട്ടുന്നു. Then the total electric field intensity at the point 222 ഏതൊക്കെ വരും? ഇലക്ട്രിക് ഫീൽഡ് ഇന്റൻസിറ്റി ഫസ്റ്റ് വൺ വരും E1 plus E2 plus E3. സോ മൂന്നും കൂടി സിംപ്ലിഫൈ ചെയ്ത് ആഡ് ചെയ്യുക. സോ AX ഉണ്ട്, AY ഉണ്ട്, AZ ഉണ്ട്, മൂന്നും കൂടി ആഡ് ചെയ്ത് ഒറ്റ എക്സ്പ്രഷൻ ആക്കി എഴുതുക. So the total electric field intensity at the point 222 is ET is equal to E1 plus E2 plus E3. E1 plus E2 plus E3. So E1 നമുക്ക് കിട്ടിയത് എന്താണ്? E1 കിട്ടിയ വാല്യൂ, so E1 is equal to AY and AZ ഡയറക്ഷനിലാണ്. 9 into 10 raised to 9 into 15 into 10 raised to minus 12 by 2√2 into AY minus AZ. So E1 AY minus AZ. E2 എന്ന് പറയുമ്പോഴത്തേക്ക് 9AY plus 9AZ and E3 is 10 into 10 raised to 3, 2 into 8.85 10 raised into a minus AZ direction. So total electric field is ET is equal to E1 plus E2 plus E3. So the next question is derive the expression for capacitance of a coaxial cable. So the last year 5 marks ചോദിച്ച question ആണ്. So last question അകത്ത് E1, E2, E3 മൂന്നും കാൽക്കുലേറ്റ് ചെയ്യുക. So E1 കാൽക്കുലേറ്റ് ചെയ്യുമ്പോൾ 2 marks, E2 and E3ക്ക് 3 marks and final total electric field 1 marks. So mark division depends on the scheme ആയിരിക്കും. So next one is derive the expression for the capacitance of a coaxial cable. So ഒരു coaxial cableന്റെ capacitance ആണ് കാൽക്കുലേറ്റ് ചെയ്യേണ്ടത്. What is the capacitance? C is equal to Q by V. What is the capacitance? C is equal to Q by V. So capacitance is the ratio of magnitude of charge on either plate to the potential difference V between them. So capacitance is charge by voltage, charge by potential difference. So ഇവിടെ ഒരു Gaussian surface തന്നിട്ടുണ്ട്. Gaussian surface, two charges are coaxial cable between the two conductors. One charge is plus Q and minus, and another charge is minus Q, and the distance between this R is the distance between them. Then the Gaussian, here we assume the Gaussian surface here. Okay, so ഇവിടെ cylinder ഉണ്ട്. Cylinder which are the common axis ആയിരിക്കും, common that is coaxial cylinders. So cylindrical capacitor by two coaxial cylinders are P and Q, and A be the radius of the inner cylinder and B be the radius of the outer cylinder. The charge is plus Q and minus Q. Okay, then the charge is given to cylinder. The coaxial cylinder is the radius A,
is considered as a Gaussian surface ആയിട്ട് assume ചെയ്യുന്നു. So electric field at the go through. So ഇവിടെ നമ്മൾ എന്താ electric flux through the Gaussian surface. Electric flux through the Gaussian surface. So electric fluxന്റെ എക്സ്പ്രഷൻ നമുക്കറിയാം phi is equal to എന്താണ്? Phi is equal to E dot ds ആണ് ഫ്ലക്സിന്റെ എക്സ്പ്രഷൻ. അല്ലെങ്കിൽ d phi is equal to E dot ds. Phi is equal to E dot ds. That is integral E dot ds E ds cos theta. If theta is equal to 0 ആണ്, that is flux is equal to integral E ds. Flux is equal to എന്താണ്? Integral E ds. So integral E into integral ds. So what is integral ds? The ds is the surface area of a cylinder. Surface area of a cylinder. So surface area of a cylinder എന്താണ്? സിലിണ്ടറിന്റെ ഏരിയ എന്ന് പറഞ്ഞാൽ 2πRL ആണ്. So surface area of a cylinder എന്ന് പറഞ്ഞാൽ 2πRL. So substitute ചെയ്ത് കൊടുക്കുക. E into integral ds is equal to 2πRL. Phi is equal to നമുക്ക് എന്ത് കിട്ടും? E into 2πRL. So നമുക്കൊരു എക്സ്പ്രഷൻ നമ്മൾ ഡയറക്ട്ലി ഫ്രം അത് കിട്ടി. ഫ്ലക്സിന്റെ എക്സ്പ്രഷൻ കിട്ടി. Phi is equal to 2πRL. Then according to Gauss law നമുക്കറിയാം total flux is equal to total charge. Total flux is equal to total charge ആണ്. So flux is equal to എന്ത് കിട്ടി നമുക്ക്? Q by epsilon ആണ്. Phi is equal to 1 by epsilon times Q. So that is flux is equal to നമുക്ക് again എന്ത് കിട്ടി? Q by epsilon എന്ന് കിട്ടി. So ഈ രണ്ട് ഇക്വേഷൻ കൂടി ഇക്വേറ്റ് ചെയ്യുക. ഇക്വേറ്റ് ചെയ്യുമ്പോൾ എന്ത് കിട്ടുന്നു? E into 2πRL. So നമുക്ക് ഇലക്ട്രിക് ഫീൽഡ് ഡെൻസിറ്റി കാൽക്കുലേറ്റ് ചെയ്യേണ്ടത്. So E into 2πRL is equal to Q by epsilon. Okay. So E into first one എന്ന് പറഞ്ഞാൽ E into 2πRL is equal to Q by epsilon. So ഇതിൽ നമുക്ക് എന്ത് കിട്ടുന്നു? ഇലക്ട്രിക് ഫീൽഡ് ഇന്റൻസിറ്റി കിട്ടുന്നു. So ഇലക്ട്രിക് ഫീൽഡ് ഇന്റൻസിറ്റി is 1 by 2πRL into epsilon into Q. Okay, 1 by 2πRL into E epsilon. 1 by 2πRL epsilon into Q ആണ് ഏത്? ഇലക്ട്രിക് ഫീൽഡ് ഇന്റൻസിറ്റി എക്സ്പ്രഷൻ എന്ന് പറയുന്നത്. What is expression for electric field intensity? E is equal to 1 by 2πRL into epsilon into Q എന്ന് കിട്ടി. E is equal to 1 by 2πRL into epsilon into Q എന്ന് കിട്ടി. ഓക്കെ, സോ നമ്മുടെ ഇലക്ട്രിക് ഫീൽഡ് എക്സ്പ്രഷൻ ഈസ് നമ്മൾ ഇതിനെ കമ്പൈൻ ചെയ്ത് എങ്ങനെ എഴുതി? E is equal to Q by 2πRL epsilon. E is equal to Q by 2πRL epsilon. സോ നമുക്കെന്ന് പറഞ്ഞാൽ പൊട്ടൻഷ്യൽ ഡിഫറൻസ് നമുക്കറിയാം. ഇപ്പോൾ E കിട്ടി. സോ കപ്പാസിറ്റർ C is equal to Q by V ആണ്. ഓക്കെ, കപ്പാസിറ്റർ C is equal to Q by V. Then നമുക്ക് നെക്സ്റ്റ് എന്ത് കാൽക്കുലേറ്റ് ചെയ്യണം? V കാൽക്കുലേറ്റ് ചെയ്യണം. ഓക്കെ, സോ V കാൽക്കുലേറ്റ്. V എന്ന് പറയുന്നത് പൊട്ടൻഷ്യൽ ഡിഫറൻസ് ബിറ്റ്വീൻ ദ സിലിണ്ടർ ആണ് V, and V is equal to between the point A and B. So integral minus A to B E dot dl. So potential difference E is equal to integral minus A to B minus integral A to B E dot dl. Okay, E dot dl. So E എന്താണ്? Q by 2πRL epsilon. So V is equal to minus integral A to B Q by 2πRL epsilon into dr. Okay, so ഇതിനകത്ത് നമുക്ക് എന്ത് കിട്ടും? കോൺസ്റ്റന്റ് ഏതൊക്കെയാണ്? Q by 2π L into epsilon. Q by 2π epsilon into L കോൺസ്റ്റന്റ് ആണ്, എന്നെ പുറത്തേക്ക് എടുത്തു. മൈനസ് Q by 2π epsilon L into integral A to B dr by AR. Okay, integral A to B dr by AR. That is minus Q by 2π epsilon L into. So 1 by R into integral is log R ആണ്. Log R between the limit A and B. Okay, that is equal to minus Q by 2π epsilon L into log B by A minus Q by 2π epsilon L into log B by A. So potential expression നമുക്ക് എന്ത് കിട്ടി? V is equal to Q by 2π epsilon L into log A by B. Okay, so മൈനസ് സൈനെ മാറ്റി ലോഗ് ബി മൈനസ് ലോഗ് എ ആണ്. സോ നമ്മൾ മൈനസ് സൈനെ ലോഗ് എ ബൈ ബി ആക്കി മൈനസ് ആക്കി. സോ മൈനസ് മൈനസ് ക്യാൻസൽ ആയിക്കൊണ്ട് Q by 2π epsilon L into log A by B. സോ നമുക്ക് പൊട്ടൻഷ്യലിന്റെ എക്സ്പ്രഷൻ കിട്ടി. Q by 2π epsilon L into log A by B എന്ന് കിട്ടി. ഓക്കെ, സോ C is equal to എന്താണ്? Q by V. കപ്പാസിറ്ററിന്റെ എക്സ്പ്രഷൻ C is equal to Q by V ആണ്. സോ C is equal to നമുക്ക് എന്ത് കിട്ടുന്നു? 1 by Q ക്യാൻസൽ ആണ്. സോ ദാറ്റ് ഈസ് 1 by 2π epsilon L into log A by B ആണ് ഇത് കപ്പാസിറ്റൻസിന്റെ എക്സ്പ്രഷൻ. സോ കപ്പാസിറ്റൻസ് എക്സ്പ്രഷൻ 1 by 2π epsilon L into log A by B. Okay, so the next question is a point charge of 4 nanocoulomb is located at minus 450 while the line x is equal to 1 and z is equal to 1 carries a uniform charge of 3 nanocoulomb per meter. So 3 nanocoulomb per meter എന്ന് പറയുമ്പോൾ ലൈൻ ചാർജ് ആണ് 3 nanocoulomb per meter. So if V is at the origin, V origin ആണെങ്കിൽ
V is equal to 0 volt ആണ് at the origin and V at the point നമുക്ക് find the voltage V calculate ചെയ്യണം at the point 3, 2, 1. Okay. So ഒരു point charge 4 nanocoulomb is located at minus 450. The line x is equal to 1 and z is equal to 1 carries a uniform charge of 3 nanocoulomb per meter. If V is equal to 0 at the origin ആണ്, അതുപോലെ തന്നെ V at the നമുക്ക് calculate find the potential at the point 3, 2, 1 ആണ് calculate ചെയ്യേണ്ടത്. So നോക്കിയേ 4 nanocoulomb is located at minus 450 and the line XZ line ആണ്, XZ ആണ്. So ഇവിടെ uniform charge 3 nanocoulomb per meter. ഫസ്റ്റ് വൺ എന്ന് പറയുന്നത് പൊട്ടൻഷ്യൽ തന്നിട്ടുണ്ട്. പൊട്ടൻഷ്യൽ എന്ന് പറയുന്നത് എന്താണ്? V is equal to 0 at the origin ആണ്. പൊട്ടൻഷ്യൽ എന്ന് പറഞ്ഞാൽ V is equal to 0 at the origin ആണ്. സോ V നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യേണ്ട പൊട്ടൻഷ്യൽ ആയിട്ട് 3, 2, 1 കാൽക്കുലേറ്റ് ചെയ്യണം. സോ നമ്മുടെ അതിൻ്റെ ഒരു എക്സ്പ്രഷൻ ഉണ്ട്. പൊട്ടൻഷ്യൽ അറ്റ് എനി പോയിന്റ്, പൊട്ടൻഷ്യൽ അറ്റ് എനി പോയിന്റ്. സോ പൊട്ടൻഷ്യൽ അറ്റ് എനി പോയിന്റ് ഈസ് ഈക്വൽ ടു VQ plus VL. That is V at the point due to point charge plus V at the point due to line charge. Okay. So potential at any point V is equal to, very very important ആണിത്. So ഇതാണ് general expression. ഈ expression by heart പഠിക്കണം. The potential at any point is equal to potential at the point due to the point charge. Potential at the point due to the point charge plus potential at the point due to the line charge. So V is equal to VQ plus VL. Potential at the point due to the point charge plus potential at the point due to the line charge. So നമുക്ക് സെപ്പറേറ്റ് എന്തൊക്കെ കാൽക്കുലേറ്റ് ചെയ്യണം? പൊട്ടൻഷ്യൽ അറ്റ് ദ പോയിന്റ് ഡ്യൂ ടു ദ പോയിന്റ് ചാർജും പൊട്ടൻഷ്യൽ അറ്റ് ദ പോയിന്റ് ഡ്യൂ ടു ലൈൻ ചാർജും കാൽക്കുലേറ്റ് ചെയ്യണം. സോ പൊട്ടൻഷ്യൽ അറ്റ് ദ പോയിന്റ് ചാർജ് നമുക്കറിയാം. പോയിന്റ് ചാർജിന്റെ പൊട്ടൻഷ്യൽ എപ്പോഴും എന്താണ്? മൈനസ് ഇന്റഗ്രൽ ഇ ഡോട്ട് ഡി എൽ ആണ്. മൈനസ് ഇന്റഗ്രൽ ഇ ഡോട്ട് ഡി എൽ. സോ മൈനസ് ഇന്റഗ്രൽ ഇ, വാട്ട് ഇസ് ഇ? ക്യൂ ബൈ 4πε0 r സ്ക്വയർ ഇൻറ്റു എ ആർ. ഡി എ ആർ ആണ് നമ്മുടെ എക്സ്പ്രഷൻ. E by Q by 2πε0 r square into AR. വെക്ടർ ആർ വന്നുകൊണ്ടാണ് ഇത് AR സ്ക്വയർ ആയത്. Q by 4πε0 r square into AR ഡോട്ട് ഡി എൽ എന്ന് പറയുന്നതാണ് DR AR. ഓക്കെ, ദാറ്റ് ഈസ് നമ്മൾ ഇൻ്റഗ്രേഷൻ കോൺസ്റ്റന്റ് കൊടുക്കുക. ഇൻ്റഗ്രേറ്റ് ചെയ്യുമ്പോൾ എന്ത് കിട്ടും നമുക്ക്? Q by 2πε0 1/r സ്ക്വയറിന്റെ ഇൻ്റഗ്രൽ എന്ന് പറഞ്ഞാൽ -1/r ആണ്. സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കൊടുക്കുക. Q by 4πε0 into -1/r മൈനസ് പ്ലസ്, ദാറ്റ് ഈസ് Q by 4πε0 r പ്ലസ് ഇന്റഗ്രേഷൻ കോൺസ്റ്റന്റ് ഞാൻ C1 കൊടുത്തു. ഓക്കെ. സോ പൊട്ടൻഷ്യൽ അറ്റ് ദ ഡ്യൂ ടു പോയിന്റ് ചാർജിന്റെ എക്സ്പ്രഷൻ കിട്ടുക എങ്ങനെയാണ്? Q by 4πε0 r പ്ലസ് ഇന്റഗ്രേഷൻ കോൺസ്റ്റന്റ് C1. സോ നെക്സ്റ്റ് വൺ ഫോർ ദ ലൈൻ ചാർജ്. സോ ലൈൻ ചാർജ് എന്താണ്? VL. പൊട്ടൻഷ്യൽ ഡ്യൂ ടു ലൈൻ ചാർജ് ഈസ് ഈക്വൽ ടു മൈനസ് ഇന്റഗ്രൽ ഇ ഡോട്ട് ഡി എൽ. സോ ലൈൻ ചാർജിന്റെ എക്സ്പ്രഷൻ എന്താണ്? ഇന്റഗ്രൽ മൈനസ് ഇന്റഗ്രൽ ഈ എന്താണ്? റോയൽ ബൈ 2πε0 റോ. So rho L by 2πε0 rho into a rho into dl. dl എന്ന് പറയുമ്പോൾ എന്തിട്ട് ഇവിടെ? d rho a rho. സോ ഇത് എന്ത് കിട്ടും? നമുക്ക് ഇന്റഗ്രേറ്റ് ചെയ്യുമ്പോഴത്തേക്ക് മൈനസ് റോ എൽ ബൈ, അതായത് d rho ആണ് ഇന്റഗ്രേറ്റ് ചെയ്യേണ്ടത്. 1/rho എന്ന് പറയുമ്പോൾ എന്തിനും 1/rhoയുടെ ഇന്റഗ്രൽ എന്ന് പറഞ്ഞാൽ ലോഗ് ആണ്, നാച്ചുറൽ ലോഗ് ആണ് എടുത്തേക്കുന്നത്. 1/rhoയുടെ ഇന്റഗ്രൽ എന്ന് പറഞ്ഞാൽ ln rho. ദാറ്റ് ഈസ് മൈനസ് റോ എൽ ബൈ 2πε0 into 1/rhoയുടെ ഇന്റഗ്രൽ ഈസ് ln rho plus the integration constant is C2. Okay. So electric field due to line charge is equal to minus rho L by 2πε0 into ln rho plus C2. Okay. So ഇത് രണ്ടും കൂടി നമ്മൾ ആഡ് ചെയ്യാൻ പോവാണ്. ഫസ്റ്റ് വൺ എന്ന് പറഞ്ഞാൽ Q by 4πε0 r എന്ന് എഴുതി. ഇത് മൈനസ് റോ എൽ ബൈ 2πε0 into ln rho. Then constant, integration constant ഇവിടുത്തെ C1 plus C2 ഞാൻ പുതിയ ടേം ആക്കി എടുക്കുന്നു K. സോ നമ്മുടെ പൊട്ടൻഷ്യലിന്റെ എക്സ്പ്രഷൻ എന്ന് പറഞ്ഞാൽ V is equal to Q by 4πε0 r minus rho L by 2πε0 ln rho plus K. This is the expression for potential. Okay. So, okay, V is equal to Q by 4πε0 r minus rho L by 2πε0 ln rho plus K. This is the expression for potential. So, നമുക്ക് എന്ത് ചെയ്യണം? ഫസ്റ്റ് നമുക്ക് പൊട്ടൻഷ്യൽ at the point 0, 0, 0. So, potential at the point 0, 0, 0 0 given ആണ്. സോ ചാർജ് ഈസ് ഈക്വൽ ടു എത്രയാണ്? 4 നാനോകൂളം ആണ്. സോ നമുക്ക് ആദ്യം എന്ത് കാൽക്കുലേറ്റ് ചെയ്യാം? വെക്ടർ ആർ കാൽക്കുലേറ്റ് ചെയ്യാം. സോ വെക്ടർ ആർ പോയിന്റ് ഇങ്ങനെ കാൽക്കുലേറ്റ് ചെയ്യേണ്ടത് ഫ്രം ദ പോയിന്റ് 0, 0, 0 ടു ഏതാണ്? -450. ഓക്കെ. സോ പൊട്ടൻഷ്യൽ അറ്റ് ദ പോയിന്റ് 0, 0, 0 0 വോൾട്ട് തന്നിട്ടുണ്ട്. പോയിന്റ് ഈസ് -450. സോ നമുക്ക് വെക്ടർ ആർ ഫ്രം ദ പോയിന്റ് 0, 0, 0 ടു -450. That is integral from x2 minus x1 the whole square plus y2 minus y1 the whole square plus
Z2 minus Z1 the whole square. That is R is equal to root of 0 plus 4 the whole square plus 0 minus 5 the whole square. That is equal to root of 4 square plus 5 square. That is equal to 16 plus 25 is equal to root of 41. Okay. Then the line charge rho L is equal to 3 nanocoulomb per meter. തന്നിട്ടുണ്ട് ലൈൻ ചാർജ് തന്നിട്ടുണ്ട് എത്രയാണ് 3 nanocoulomb per meter തന്നിട്ടുണ്ട്. സോ ഇത് റോയലിൽ കിട്ടി നമുക്ക് എക്സ്പ്രഷനകത്ത് എക്സ്പ്രഷൻ എന്ന് പറയുന്നത് എന്താണ് Q/4πε0 R മൈനസ് റോയൽ ബൈ 2πε0 ln ഡ്രോ പ്ലസ് കെ ആണ്. സോ ഓരോന്ന് കാൽക്കുലേറ്റ് ചെയ്യുക. Q തന്നിട്ടുണ്ട് എത്രയാണ് 4 nanocoulomb, 4πε0 നമുക്ക് അറിയാം. സോ R നമ്മൾ കാൽക്കുലേറ്റ് ചെയ്ത് റൂട്ട് ഓഫ് 41 ആണ്. Then റോയൽ ഈസ് ഗിവൺ 3 nanocoulomb per meter and ln റോ ഈസ് ഈക്വൽ ടു എന്താണ് ഫ്രം ദ പോയിന്റ് 0 പോയിന്റ് തൊട്ട് x and z axis ആണ് തന്നിരിക്കുന്നത്. that x is equal to 1 and z is equal to 1 തന്നിരിക്കുന്നത് എന്താണ് x is equal to 1 z is equal to 1. so x is equal to 1 z is equal to 1 എന്ന് പറയുമ്പോഴത്തേക്ക് x is equal to 1 and z is equal to 1 y is equal to 0. so അത് പോയിന്റിൽ നമ്മൾ റോ കാൽക്കുലേറ്റ് ചെയ്യുന്നു. റോ ഇസ് റേഡിയസ് ആണ് കാൽക്കുലേറ്റ് ചെയ്യുക. സോ റോ ഈസ് ഈക്വൽ ടു 0 minus 1 the whole square plus 0 minus 0 the whole square plus 1 minus 0 minus 1 the whole square. root of 1 plus 1 is equal to root 2. so നമുക്ക് എന്ത് കിട്ടി റോ root 2 കിട്ടി. ഓക്കെ. സോ പൊട്ടൻഷ്യൽ അറ്റ് ദ പോയിന്റ് ബി ഈസ് ഈക്വൽ ടു 0. സോ എല്ലാ പോയിന്റും കിട്ടി. നമുക്ക് ഇതിന് എന്ത് കാൽക്കുലേറ്റ് ചെയ്യാൻ പറ്റും കെ വാല്യൂ കാൽക്കുലേറ്റ് ചെയ്യാൻ പറ്റും. Q is given 4πε0 R നമ്മൾ കാൽക്കുലേറ്റ് റൂട്ട് 41. റോയിൽ is given 4 nanocoulomb and റോ കാൽക്കുലേറ്റഡ് റോ ഈസ് ഈക്വൽ ടു റൂട്ട് 2. then കെ മാത്രമേ അൺനോൺ വാല്യൂ ഉള്ളൂ. സോ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക. സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പോൾ നമുക്ക് എന്ത് കിട്ടും ദ വാല്യൂ ഓഫ് കെ കിട്ടും. So potential at 0 is equal to 0 volt. So 0 is equal to then 4 into 10 raised to minus 9 divided by 4πε0 into R എന്ന് പറഞ്ഞാൽ root of 4 square plus 5 square minus next royal is given. royal is equal to 3 into 10 raised to minus 9 divided by 2πε0 into ln root 2 plus k ആണ്. that is എന്താണ് ഇതിനകത്ത് നമ്മൾ കെ വാല്യൂ എടുക്കുക. കെ ഈസ് ഈക്വൽ ടു കെ ഇപ്പുറത്ത് കൊണ്ടുവരുന്നു, ബാക്കിയുള്ള ടൈം ഇപ്പുറത്ത് കൊണ്ടുപോവുക. 3 into 10 raised to 9 by 2πε0 ln root 2 minus 4 into 10 raised to minus 9 by 4πε0 into root 41. സോ ഇതിനകത്ത് ഞാൻ സിംപ്ലിഫൈ ചെയ്യാൻ വേണ്ടി ഇതിനെ 4πε0 ആക്കി 2 വെച്ച് മൾട്ടിപ്ലൈ ചെയ്യുക. സോ 1 by 4πε0 into 6 into 10 raised to minus 9 into ln root 2 minus 4 into 10 raised to minus 9. സോ ഇതിനെ സിംപ്ലിഫൈ ചെയ്യുമ്പോഴത്തേക്ക് എനിക്ക് എന്ത് കിട്ടും the k value is 13.08. ഓക്കെ. അതായത് പൊട്ടൻഷ്യൽ അറ്റ് 0.000 0 വോൾട്ട് വെച്ച് നമ്മൾ കെ വാല്യൂ കാൽക്കുലേറ്റ് ചെയ്യുക. സോ കെ വാല്യൂ എന്ത് കിട്ടി 13.08. സോ കെ വാല്യൂ ഈസ് 13.08. ഓക്കെ. സോ നമുക്ക് നെക്സ്റ്റ് അതിനകത്ത് ഏതാണ് ഫൈൻഡ് ദ പൊട്ടൻഷ്യൽ അറ്റ് ദ പോയിന്റ് 321. ഫൈൻഡ് ദ പൊട്ടൻഷ്യൽ അറ്റ് ദ പോയിന്റ് 321 ആണ് കാൽക്കുലേറ്റ് ചെയ്യേണ്ടത്. സോ പൊട്ടൻഷ്യലിന്റെ എക്സ്പ്രഷൻ ഏതാണ് Q/4πε0 R മൈനസ് റോയൽ ബൈ 2πε0 ln ഡ്രോ പ്ലസ് കെ വാല്യൂസ് കിട്ടി. നമുക്ക് കെ വാല്യൂസ് 13.08. സോ ഈ ഒരു കേസിൽ നമുക്ക് R കാൽക്കുലേറ്റ് ചെയ്യണം. R എന്ന് പറഞ്ഞാൽ ഏതാണ് -450 എന്നുള്ള പോയിന്റ് ടു 321 എന്നുള്ള പോയിന്റ് ആണ്. സോ R അറ്റ് -450 to 321. സോ R കാൽക്കുലേറ്റ് ചെയ്യുക. -4 - 3 the whole square plus 5 - 2 the whole square plus 0 - 1 the whole square. that is equal to root of -7 the whole square plus 3 square plus 1 square. that is 49 plus 9 plus 1. so നമുക്ക് എന്ത് കിട്ടി R ഈ കേസിൽ R is equal to square root of 59. so R നമുക്ക് എന്ത് കിട്ടി square root of 59. so റോ എന്നുള്ള പോയിന്റ് ഏതാണ് പൊട്ടൻഷ്യൽ അറ്റ് ദ പോയിന്റ് V321 ആണ് കാൽക്കുലേറ്റ് ചെയ്യേണ്ടത്. നമുക്ക് തന്നിട്ടുള്ളതാണ് അറ്റ് ദ പോയിന്റ് x is equal to 1 and z is equal to 1 ആണ്. so y 0. അത് വെച്ച് നമ്മൾ എന്ത് ചെയ്തു റോ കാൽക്കുലേറ്റ് ചെയ്തു. അറ്റ് ദ പോയിന്റ് x is equal to 1 and z is equal to 1 2 ഏതാണ് 321. പൊട്ടൻഷ്യൽ അറ്റ് 321. so that is rho is equal to 1 - 3 the whole square plus 0 - 2 the whole square plus 1 - 1 the whole square. that is equal to root of 2 square plus 2 square. that is equal to root of 4 plus 4 root 8. that is equal to 2 root 2. okay. so നമുക്ക് റോ കിട്ടി. then ചാർജ് തന്നിട്ടുണ്ട്. ഓക്കെ. ചാർജ് തന്നിട്ടുണ്ട് 4 into 10 raised to minus 9 ആണ്. റോ കാൽക്കുലേറ്റ് ചെയ്തു. സോ റോ കാൽക്കുലേറ്റ് ചെയ്തു. റോയിൽ തന്നിട്ടുണ്ട് 3 into 10 raised to minus 9 ആണ്. സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കൊടുക്കുക. So potential at the point 321 is equal to Q/4πε0 R minus royal by 2πε0 ln rho plus 13.08. that is 4 into 10 raised to minus 9 by 4πε0 into root 59 minus
3 into 10 raised to minus 9 divided by 2 pi epsilon 0 into ln root 8 plus 13.08. So ഇത് നമ്മൾ നേരത്തെ ചെയ്തുപോലെ സിംപ്ലിഫൈ ചെയ്യുക. 1 by 4 pi epsilon 0 കോമൺ എടുക്കുക. സോ 1 by 4 pi epsilon 0 into 8 into 10 raised to minus 9. So 10 raised to minus 9 കോമൺ എടുക്കുക. So 8 into 10 raised to minus 9. That is 1 by root 59. 8 into 10 raised to 1 by 4 pi epsilon 0 common എടുത്തു. That is 8 by root 59 minus ln root 8 calculate ചെയ്യുക plus 13.08. Okay. So ഇത് സിംപ്ലിഫൈ ചെയ്യുമ്പോഴത്തേക്ക് 1 by 4 pi epsilon 0 എന്ന് പറഞ്ഞാൽ 9 into 10 raised to 9 into 10 raised to minus 9 ആണ്. So 9 into 8 by root 59 minus ln root 8 plus 13.08. So ഇത് സിംപ്ലിഫൈ ചെയ്യുമ്പോഴത്തേക്ക് എന്ത് കിട്ടും നമുക്ക് മൈനസ് 19.6 വോൾട്ട് കിട്ടും. സോ പൊട്ടൻഷ്യൽ അറ്റ് ദ പോയിന്റ് 321 ഈസിക്കൽ ടു എന്ത് കിട്ടി മൈനസ് 19.6 വോൾട്ട്. ഓക്കെ. സോ ഇതാണ് ക്വസ്റ്റ്യൻ സൊല്യൂഷൻ എന്ന് പറഞ്ഞാൽ. സോ പൊട്ടൻഷ്യൽ അറ്റ് ദ പോയിന്റ് 0 തന്നിട്ടുണ്ട് 0 വോൾട്ട്. സോ അതിന് നമുക്ക് കെ വാല്യൂ കാൽക്കുലേറ്റ് ചെയ്യുക. സോ എക്സ്പ്രഷൻ എന്ന് പറഞ്ഞാൽ Q by 4 pi epsilon 0 R മൈനസ് റോയൽ by 2 pi. സോ റോയൽ by 2 pi epsilon 0 ln റോ ഇൻറ്റു ln റോ പ്ലസ് കെ ആണ് നമ്മുടെ എക്സ്പ്രഷൻ. സോ കെ വാല്യൂ കാൽക്കുലേറ്റ് ചെയ്യുക. സോ പൊട്ടൻഷ്യൽ അറ്റ് ദ പോയിന്റ് തരുമ്പോൾ ആ പോയിന്റ് വെച്ചിട്ട് കെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കൊടുത്തിട്ട് കെ വാല്യൂ പൊട്ടൻഷ്യൽ കാൽക്കുലേറ്റ് ചെയ്യാം. ഓക്കെ. സോ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ using Gauss law derive the expression for electric flux density due to the uniformly charged sphere. So electric flux density ആണ് കാൽക്കുലേറ്റ് ചെയ്യുന്നത് യൂണിഫോംലി ചാർജ്ഡ് സ്പിയർ. സോ 5 മാർക്സ് ക്വസ്റ്റ്യൻ ആണ്. ഓക്കെ. യൂണിഫോം ഫ്ലക്സ് ഡെൻസിറ്റി. സോ യൂണിഫോം ഫ്ലക്സ് ഡെൻസിറ്റിക്ക് ഞാനൊരു ഗോസിയൻ സർഫസ് അസ്യൂം ചെയ്യുന്നു. അസ്യൂം എ ഗോസിയൻ സർഫസ് വിത്ത് ഇൻഫിനിറ്റ് ഷീറ്റ് ഓഫ് ചാർജസ് റോ എസ് കൂളംബ് പെർ മീറ്റർ സ്ക്വയർ. ഓക്കെ. So here I assume a Gaussian surface. Then flux at the top and bottom is D. Then I am consider the point P at the YZ plane. Okay. So uniform sphere with a uniform charge is rho v coulomb per meter square. So calculate the D to determine D at everywhere. So we construct the Gaussian surface for the two cases R less than or equal to A and R less than or equal to A and R greater than or equal to A. Okay. So ഇവിടെ ചാർജ് ഹാസ് എ സ്പെറിക്കൽ സിമെട്രി ആണെന്ന് അസ്യൂം ചെയ്യുന്നു. സിൻസ് ചാർജ് ഹാസ് എ സ്പെറിക്കൽ സിമെട്രി, so here we assume a spherical surface as a Gaussian surface. Assume the spherical surface as a Gaussian surface. Okay. So first case. So case 1, R less than or equal to A. For R less than or equal to A, so charge enclosed by the spherical surface of the radius, spherical surface of radius R. So total charge നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യുക. So total charge according to Gauss law നമുക്കറിയാം total charge is equal to total flux and that is equal to volume integral of rho v dv. Okay, volume integral of rho v dv. So rho v into integral dv. So rho v into integral triple integral. So rho v into volume integral rho v dv എന്ന് പറയുമ്പോൾ triple integral rho v dv ആണ്. Okay, triple integral rho v dv. So that is നമ്മുടെ ഏതൊക്കെയാണ് r theta phi, r theta and phi. Spherical surface ആണ്. The coordinates are r theta and phi. That is integral r is equal to 0 to r. R എന്ന് പറഞ്ഞാൽ radius from 0 to r and theta is equal to 0 to pi and phi is equal to 0 to 2 pi. Integrate ചെയ്യുക. Then dv, what is dv? Spherical coordinate systemത്തിന്റെ dv, spherical coordinate systemത്തിന്റെ dv is equal to differential volume in the spherical coordinate system is equal to r square sin theta dr d theta d phi. ഇതാണ് ഒരു spherical coordinate systemത്തിന്റെ dv. So spherical coordinate system dv is equal to r square sin theta dr d theta d phi. Okay. So r square sin theta d theta d phi. So r square integrate ചെയ്യുമ്പോൾ r cube by 3, sin theta integrate ചെയ്യുമ്പോൾ cos theta r cube by 3. So r cube by 3 integrate ചെയ്യുക 0 to r and sin theta integrate ചെയ്യുക. Sin theta integrate ചെയ്യുമ്പോൾ നമുക്ക് cos theta കിട്ടുന്നു minus cos theta 0 to pi. Then phi integrate ചെയ്യുമ്പം phi with 0 to 2 pi. So ഇത് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് നമുക്ക് എന്ത് കിട്ടുന്നു rho v into 4 by 3 pi r cube. Rho v into 4 by 3 pi r cube. So total charge enclosed നമുക്ക് എന്ത് കിട്ടി
total charge enclosed is equal to rho v into 4/3 pi r cube. So total charge is equal to എന്താണ് total flux ആണ്. So നമ്മൾ total flux calculate ചെയ്യുന്നു. So total flux is equal to integral d dot ds. So integral d dot d എന്ന് പറഞ്ഞാൽ along the r direction ആണ് dr dot ds. So ds എന്ന് പറയുമ്പോൾ r direction വരുമ്പോൾ ഏത് വരും theta and phi വരും. That is integral phi is equal to 0 to 2 pi and theta is equal to 0 to pi r square sin theta d theta d phi. So dr into integral phi is equal to 0 to 2 pi and theta is equal to 0 to pi r square sin theta d theta d phi. That is equal to or integral ds. So എന്താണ് സ്പിയറിന്റെ സർഫസ് ഏരിയ എന്ന് കിട്ടും നമുക്ക് 4 pi r square. So dr into surface area of the sphere is 4 pi r square. So total flux is equal total charge ആണ്. ഇന്റഗ്രേറ്റ് രണ്ടും കൂടി ഇക്വേറ്റ് ചെയ്യുക. So total flux നമുക്ക് എന്ത് കിട്ടി dr into 4 pi r square that is equal to total charge എന്ന് പറഞ്ഞാൽ rho v into 4/3 pi r cube. So from this flux density d is equal to r/3 rho v ar. So r/3 into rho v into ar from ഏതാണ് ഫസ്റ്റ് അസ്യൂം ചെയ്ത കേസ് r less than or equal to a. Okay, 0 less than r less than or equal to a യിൽ total flux electric flux density d is equal to r/3 into rho v into ar. Okay, so the next case നമ്മൾ assume ചെയ്യാൻ പോകുന്നത് r greater than or equal to a. So r less than or equal to a ക്കകത്ത് d is equal to r/3 rho v ar for 0 less than or equal to r less than or equal to a. Then for r greater than or equal to a, so r greater than or equal to a ക്കകത്ത് റേഡിയസ് എന്ന് പറയുമ്പോൾ എന്താണ് r is equal to radius a. r greater than or equal to a യിൽ the radius r is equal to a. So Gaussian surface is shown in figure. Then charge enclosed by the ഇവിടെ നമ്മൾ ചാർജ് കാൽക്കുലേറ്റ് ചെയ്യുക. ചാർജ് is equal to എന്താണ് വോളിയം ഇന്റഗ്രൽ rho v dv ആണ്. rho v into triple integral dv rho v into integral r is equal to 0 to a. Here integrating r greater than or equal to a and 0 to a and theta is equal to 0 to pi and phi is equal to 0 to 2 pi and dv for the spherical coordinate system is r square sin theta dr d theta d phi. Okay, so integrate ചെയ്യുക r cube by 3 theta sin theta യുടെ ഇന്റഗ്രലിൽ cos theta minus cos theta and phi യുടെ 2 pi phi യുടെ ഇന്റഗ്രൽ phi. So that is rho v into 4/3. Then for rho v into 4/3 pi a cube കിട്ടി. നമുക്ക് നേരത്തെ കേസിൽ rho v into 4/3 pi r cube ആണ്. Here r is equal to a ആണ്. for rho v into 4/3 pi a cube ആണ്. So ഈ ഒരു കേസിൽ നമ്മൾ എന്ത് കാൽക്കുലേറ്റ് ചെയ്യും ടോട്ടൽ ചാർജ് is equal to total flux അല്ലേ. ഫ്ലക്സ് സെയിം രീതി തന്നെയാണ്. flux is equal to integral d dot ds ആണ്. So integral dr into surface integral of a sphere is total surface integral surface area of a sphere is 4 pi r square. So equating these two for dr into 4 pi r square is equal to rho v into 4/3 pi a cube. ഇതാണ് പിക്ചർ രണ്ടും. സോ r ലെസ് ദാൻ എയുടെ പിക്ചർ ആണ്. ഇൻസൈഡ് അപ്പോൾ ഗോസ് സർഫേസ് അസ്യൂം ചെയ്യുന്നത് ഔട്ട്സൈഡ് ആണ്. ദെൻ r ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു അസ്യൂം ദ ഗോസ് സർഫേസസ് ഇൻസൈഡ് ആണ്. ഓക്കെ, സോ ഈ കേസിൽ നമ്മൾ എന്ത് ചെയ്യുന്നു രണ്ടും കൂടി ഇക്വേറ്റ് ചെയ്യുന്നു. സോ dr into 4 pi r square is equal to 4/3 pi a cube into rho v. So d is equal to a cube by 3 r square rho v into ar for r greater than or equal to a ആണ്. ഓക്കെ, സോ രണ്ട് കേസിലും ഫ്ലക്സ് എഴുതുക. ഫ്ലക്സ് ഫോർ 0 ലെസ് ദാൻ ഓർ ഈക്വൽ ടു r ലെസ് ദാൻ ഓർ ഈക്വൽ ടു a ആണെങ്കിൽ r/3 rho v ar ഉം then r greater than or equal to a ആണെങ്കിൽ a cube by 3 r square into rho v into a r ആണ്. d is equal to a cube by 3 r square into rho v into a r. സോ അതിന്റെ പിക്ചറാണ് ഇവിടെ കാണിച്ചിരിക്കുന്നത്. സോ ഇതെന്ന് പറഞ്ഞാൽ r into r/3 rho v a r ആണ്. സോ ഇത് a/3 and next one is a cube by 3 r square into rho v into a r. സോ ഇതാണ് ഇത് electric flux density for a uniformly charged sphere. Okay, so this is the last question for this module. So thank you.